അപ്പോൾ കൊല്ലം ചവറ സ്വദേശിയായ നമ്മുടെ അതുല്യ ഷാർജയിൽ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കുടുംബം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര ക്രൂരമായ ഒരു പീഡനത്തിനാണ് ആ സഹോദരി അവിടെ ഇരയായത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ്. ഇതിനു മുന്നേ പല വീഡിയോ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ്. എന്നാൽ ഇത്രയും മോശകരമായ രീതിയിലാണ് നമ്മുടെ സതീശൻ എന്ന് പറയുന്ന വ്യക്തി അതുല്യയോട് പെരുമാറിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും കേരള മനസ്സാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണിത്. എന്നെങ്കിൽ എൻ്റെ ഒപ്പരം ജീവിക്കുക അല്ലെങ്കിൽ പോയി മരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സംഭാഷണം തന്നെ അതിൽ സതീശൻ പുറത്ത് പറയുന്നുണ്ട്. അത്രയ്ക്ക് മാരകമായ രീതിയിലാണ് അദ്ദേഹം ആ റൂമിൻ്റെ അകത്ത് പെരുമാറിയിരുന്നത് എന്നാണ്. ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ ആ സഹോദരി പറയുന്നുണ്ട്. നീ ആരെ കാണിക്കാനാണ് നീ വീഡിയോ എടുക്കുന്നത് എന്നിവരെ സതീശൻ അതിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കാരെയാണ് കാണിക്കാനുള്ളത് എന്ന് വളരെ നിസ്സഹായതയോടെ ആ സഹോദരി പറയുന്നത് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാവുന്നതാണ്. അത്രയ്ക്കും മാരകമായ രീതിയിലായിരുന്നു ആ റൂമിൻ്റെ അകത്തുണ്ടായ സംഭാഷണങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും എല്ലാം. നമുക്കറിയാം അതുല്യ എന്ന് പറയുന്ന സഹോദരി മരിച്ച അന്ന് രാത്രി അവിടെ ബർത്ത്ഡേ പരിപാടികളെല്ലാം നടന്ന് വളരെ സന്തോഷത്തിൽ പിരിഞ്ഞ ഒരു ദിവസമായിരുന്നു അന്ന് എന്നുള്ളതാണ്. യാതൊരു കാരണവശാലും ആ സഹോദരി അന്ന് സ്വന്തം ജീവൻ എടുക്കാൻ വേണ്ടി സാധ്യതയില്ല എന്ന് അച്ഛൻ പല ആവർത്തിച്ച് പറഞ്ഞതാണ്. എന്നാൽ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും അന്ന് എന്തെല്ലാമാണ് ആ വീട്ടിൽ നടന്നത് എന്നുള്ളത്. നമുക്ക് ഞെട്ടിക്കുന്ന വീഡിയോയുടെ ഏതാനും ചില ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ജീവിക്കുവാണെങ്കിൽ അന്തസ്സാണ്, നിന്നെ വിടത്തില്ല. എന്റെ കൂടെ ജീവിക്കുവാന്ന് ജീവിക്കും, അല്ലെങ്കിൽ ഇതോടെ തീർന്നു. നീ ഇവിടുന്ന് പോയാലും എന്നെ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. സതീശ പറഞ്ഞു, നീ എവിടെ പോനാ? നീ എവിടെ പോവും? നീ പോവോ? കാണരുത്, കുത്തി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. നിന്നെ നീ ജീവിക്കത്തില്ല, നീ പോകണി. നീ കുറെ ദിവസം കൊണ്ടേക്ക് വീടെടുക്കും. നീ ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആരെ കാണിക്കാനുള്ള? എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ഞാൻ ഇവിടെ ബഹളം വയ്ക്കും. ജീവിക്കുവാണെങ്കിൽ അന്തസ്സാണ്, നിന്നെ വിടത്തില്ല. അപ്പോൾ ആ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും. എത്ര മോശകരമായ രീതിയിലാണ് നമ്മുടെ സതീശൻ സഹോദരിയോട് പെരുമാറുന്നത് എന്ന് ഈ വീഡിയോയിൽ തന്നെ വ്യക്തമാണ്. ഇതുകൊണ്ട് തന്നെയാണ് അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ അതുല്യ എന്ന് പറയുന്ന സഹോദരിയുടെ കുടുംബവും ഇത് ഒരിക്കലും ആ സഹോദരി അങ്ങനെ ചെയ്യുകയില്ല എന്നും കരുതിക്കൂട്ടി സതീശൻ ചെയ്തതാണ് എന്ന് അച്ഛൻ ഇതിൻ്റെ മുന്നേ തന്നെ പല ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ ഒരു മനോരോഗിയൊക്കെ കാണിക്കുന്ന രീതിയിലാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യാതൊരു ദാക്ഷിണ്യവും മനുഷ്യനോട് പോലും കാണിക്കാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അദ്ദേഹം കോലവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം ഒരു ഡ്രഗ്സിന് അടിമയാണ് എന്നുള്ളത് 100% ആ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്രയ്ക്ക് ആ സഹോദരി അവിടെ സഹിച്ചിരുന്നു. കാരണം 10 വയസ്സുള്ള ഒരു മകളുണ്ട് എന്നത് കൊണ്ട് തന്നെ ജീവിതം എങ്ങനെയെങ്കിലും കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റിൻ്റെ പരമാവധി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ആ സഹോദരി അവിടെ നിന്ന് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഒരുപാട് കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിനെ പറ്റി പുറത്തേക്ക് പറയാത്ത ഒരാളായിരുന്നു ആ കുട്ടി എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ വലിയ പരാജയങ്ങളിലേക്ക് പോകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവർത്തി ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് 2 ആവർത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെയെങ്കിലും നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കണം. അല്ലാതെ ഇനിയും നന്നാവും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് അവരുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ കുടുംബക്കാരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ സ്ത്രീ തയ്യാറായത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അച്ഛൻ പറയുന്നത് നമുക്ക് എന്താണെന്ന് കേൾക്കാം. അച്ഛൻ പല ആവർത്തി പറഞ്ഞതാണ്, എൻ്റെ മകൾ ഒരിക്കലും അത് ചെയ്യുകയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സതീശൻ്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ സ്വഭാവവുമാണ് എന്നുള്ളത്. നമുക്ക് അച്ഛൻ്റെ വാക്കുകളിൽ അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് തന്നെ. അവൻ വെൽ പ്ലാൻഡായിട്ട് മകളെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആദ്യ കാലം മുതലേ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ ക്രൂര പീഡനങ്ങൾ മൂലമാണ് എൻ്റെ മകൾ മരണപ്പെട്ടത്. അതൊരു കൊലപാതകത്തിലേക്ക് തന്നെ ഇത് നമുക്ക് കൂട്ടാൻ ഒക്കുന്ന ഒരു മരണമാണ്. എൻ്റെ മകൾ മരണം വരിച്ചത് ഒരു കൊലപാതകം തന്നെയാണത്. അതിൻ്റെ രീതി ഏതായാലും അതിനെപ്പറ്റി അന്വേഷണങ്ങൾ കൂടുതൽ നടക്കേണ്ടതുണ്ട്. അതിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതായ നമുക്ക് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കുഞ്ഞ് രാവിലെ
പിറ്റേന്ന് രാവിലെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നതും അവിടെ ജന്മദിന ദിവസമായിരുന്നതും സന്തോഷവതിയുമായിരുന്ന ഒരു ദിവസമാണെന്ന്. അവളുടെ മകൾ 10 വയസ്സുള്ള പെൺകുട്ടിയോടുള്ള സ്നേഹവും ആദരവും അവളുടെ വാത്സല്യവും ഒരിക്കലും അവൾ സ്വയം ജീവനൊടുക്കാൻ ശ്രമിക്കില്ല. സതീഷിൻ്റെ ക്രൂരപീഡനങ്ങൾ മൂലമാണ് എൻ്റെ മോൾ മരണപ്പെട്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ്. അന്ന് ഞാനത് പറഞ്ഞതാണ്. പറയുകയാണ്, തൻ്റെ മകൾ ഒരു കാരണവശാലും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയില്ല എന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞതാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തരം വീഡിയോകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ മകൾ അവിടെ എത്രമാത്രം ആക്രമണങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രൂരമായ പീഡനങ്ങളും ഇരയായിട്ടുണ്ട് എന്ന് അച്ഛൻ പറയുകയാണ്. എനിക്കറിയണം അന്ന് രാത്രി അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അച്ഛൻ ചോദിക്കുകയാണ്. അതൊരു അച്ഛൻ്റെ ഏറ്റവും ലളിതമായ ഒരു ആഗ്രഹമാണ്. കാരണം എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ഒരു അവകാശം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് സതീശനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയാണ് ഉണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് FIR-ൽ ഉണ്ടായ ചില പാകപ്പിഴകൾ കൊണ്ട് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇത്തരം കേസുകളിലൊക്കെ ചെറിയ ലൂഫാൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ചില ഇത്തരം ക്രിമിനലുകൾ നമ്മുടെ നാട്ടിൽ വിലസി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അച്ഛൻ പറയുന്നുണ്ട്, 10 വയസ്സായ മകളെ ആലോചിച്ചിട്ടെങ്കിലും ഒരിക്കലും എൻ്റെ മകൾ ആ കടുങ്കൈ ചെയ്യുകയില്ല. അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ പുതിയ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയായിരുന്നു അവരുടെ മകൾ എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, അത്ര പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി യാതൊരു കാരണവശാലും സ്വന്തം കൈകൊണ്ട് കയറെടുത്ത് തൂങ്ങി മരിക്കുകയില്ല എന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത്. ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്, കാരണം എൻ്റെ മകളുടെ മരണകാരണം അറിയാൻ എനിക്ക് അവകാശമുണ്ട് എന്നാണ് അച്ഛൻ പറയുന്നത്. ഏത് അച്ഛൻ്റെയും അവസാനമായ ഒരു ആഗ്രഹമാണ് സ്വന്തം മകൾ, അതും വിദേശത്ത് വെച്ച് ഷാർജയിൽ വെച്ചിട്ട് ഒരു റൂമിൽ അങ്ങനെ കാണപ്പെടുക എന്ന് പറയുമ്പോൾ അച്ഛന് മനസാക്ഷിയെ ഒരു കാരണവശാലും അദ്ദേഹത്തിന് സമാധാനിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലെങ്കിലും നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ നിയമവും അതിൻ്റെ വഴിക്ക് പോകുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ഇത്തരം ഒരു ക്രിമിനലായ സതീശൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ രണ്ടാമതും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും ആ നടപടിയിലേക്ക് നമ്മുടെ സർക്കാരും അതുപോലെ നിയമവും പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കാണുന്ന വീഡിയോകളെല്ലാം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരിമാർ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തുറന്നു പറയാനോ അത് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനോ യാതൊരു കാരണവശാലും മടിച്ചു നിൽക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്ക് യാതൊരു കാരണവശാലും നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയില്ല എന്നുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ പോലല്ല, ശാരീരികമായിട്ട് പോറലേൽപ്പിക്കുന്ന രീതിയിലേക്ക് വൈവാഹിക ജീവിതം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്നും മടിച്ചു നിൽക്കാൻ വേണ്ടി പാടില്ല. അതുമായി ബന്ധപ്പെട്ട് ഏതൊരു രാജ്യത്തായാലും അതുമായി ബന്ധപ്പെട്ട് നിയമ സംവിധാനങ്ങൾ അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നതാണ്. തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നിയമം വളരെ കർശനമാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു പരാതി അയച്ചു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കകം തീർച്ചയായിട്ടും പോലീസ് അവിടെ വരികയും നൊടിയിടയിൽ അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതാണ്. കാരണം വിദേശത്തുള്ള ആൾക്കാർ ഒരു കാരണവശാലും പേടിച്ച് നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇന്നത്തെ അവസ്ഥയിൽ ഇന്നില്ല എന്നുള്ളതാണ്. അറബി രാജ്യങ്ങളിൽ പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടികളും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളും പെട്ടെന്ന് നമ്മളെ നാട്ടിലേക്കാൾ 100% സ്പീഡിൽ നടക്കുകയും അതിനുള്ള ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും സഹോദരിമാർ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. അല്ലാതെ ഇത്തരം ആൾക്കാർ യാതൊരു കാരണവശാലും അടങ്ങിയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജാഗ്രത പുലർത്തുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.